ഒരു ശക്തിക്കും ഞങ്ങളെ വേർപെടുത്താനാവില്ല. നിന്നിൽ ഒളിപ്പിച്ച രഹസ്യങ്ങളുടെ മറുപടിയും എനിക്ക് നിന്നിൽ നിന്ന് തന്നെ കേൾക്കണം. വിളിച്ചോണ്ട് പോയവരെ, ഇല്ലെങ്കിലേ ഇനി ഇവിടെ നിന്നാ സത്യഭാമയുടെ മറ്റൊരു മുഖം നീ കാണും. ഈ ഒരു അടി നീ മുന്നോട്ട് വെക്കരുത്, അറിയാലോ നിനക്കെന്നെ. ഇറങ്ങി പോടി, എടി ഇറങ്ങി പോകാൻ ഇവരെ വിളിച്ചോണ്ട്. മോളെ ശാലിനി, എന്താ മോളെ ഇനി ചെയ്യേണ്ടത്? ഇത്രയും കഷ്ടപ്പെട്ടതും ഈ ഓട്ടോ ഒക്കെ ഓടിയതും വെറുതെ ആയില്ലേ? സ്വന്തം മകളെ തേടി വരുമ്പോ അത് സ്വന്തം മകളാണെന്ന് തെളിയിക്കാൻ പറയുക, മുട്ടുന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ പറയുന്നതിനല്ലേ എതിർക്കുക. ഇതിനെല്ലാം കൂട്ടുപിടിച്ചോണ്ട് അവളും അന്നേ അവള് മറന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോ വീണ്ടും എരുതിയിൽ എണ്ണയൊഴിക്കും പോലെയായി. സത്യാമ്മയ്ക്ക് മുന്നിൽ എന്ത് തെളിവ് നിരത്തിയാലും അവരെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. ശാലിനിയെ എങ്ങനെ അവിടെ കേറ്റാതിരിക്കാം എന്ന് ചിന്തിച്ചോണ്ടാ അവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും കാർത്തികയുടെ അച്ഛനും അമ്മയാണെന്നുള്ള കാര്യത്തിൽ സത്യാമ്മയ്ക്ക് ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ സംശയമുണ്ടെന്ന് പറയുന്നതും തെളിവ് കാണിക്കണമെന്നൊക്കെ പറയുന്നതും ശാലിനിയോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ മകൾ കാരണം നിങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ തിരിച്ചു കിട്ടുമോ മാഡം? തിരിച്ചു കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളോടൊപ്പം പോരണമെന്നുള്ള ആഗ്രഹം കാർത്തികയ്ക്ക് ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അവളുടെ കാമുകൻ വിഷ്ണു ആണെന്ന് പറയൂ. മാഡം പറ, ഞങ്ങൾ ഇനി എന്താ വേണ്ടത്? ഇപ്പൊ ആ വീട്ടിൽ നടന്നതെല്ലാം കാർത്തികയുടെ ആൾമാറാട്ടം ഉൾപ്പെടെ ഗംഭീര നാടകമാണെന്ന് സത്യാമ്മയ്ക്ക് ബോധ്യപ്പെടണം. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് മുന്നിൽ പിടിതരുന്ന കൂട്ടത്തിലല്ല അവര്. നല്ലൊരു സോളിഡ് പ്രൂഫ് അവർക്ക് മുന്നിൽ കാണിക്കണം. അതിന് കാർത്തികയുടെ ലവ് ഹർഷൻ തന്നെ സത്യാമ്മയ്ക്ക് മുന്നിലെത്തണം. എന്നിട്ട് ഹർഷൻ തന്നെ സത്യാമ്മയോട് പറയണം, കാർത്തിക സ്നേഹിച്ചിരുന്നതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതും അവനെ തന്നെയാണെന്ന്. അല്ല മോളെ, അങ്ങനെ വരുമ്പം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ.
ഇത്രയും ദിവസവും മറ്റൊരുത്തന്റെ ഭാര്യയാകാൻ വേണ്ടി ഒരു ബന്ധവും ഇല്ലാത്തൊരു വീട്ടിൽ കഴിഞ്ഞ കാർത്തികയെ സ്വീകരിക്കാൻ ഹർഷൻ തയ്യാറാകൂ? ഹർഷൻ ആർക്കും മുന്നിലും വരാതെ മാറി നിൽക്കുന്നതിന്റെ കാരണം ചിലപ്പോ ഇത് തന്നെയാണെങ്കിലോ? അയ്യോ മോളെ, ഇതെല്ലാം എന്റെ ചിന്തകളാണ് കേട്ടോ, ശരിയാവണമെന്നില്ല. ഹർഷനെ മാത്രം കണ്ടുകൊണ്ട് വീട്ടുകാരുറപ്പിച്ച കല്യാണത്തിൽ നിന്നും പിന്മാറി ഹർഷന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടിയാണ് കാർത്തിക. പക്ഷേ ഇപ്പോഴത്തെ കാർത്തികയുടെ ഈ മനസ്സ് മാറ്റത്തിൽ എന്തോ ഒരു കാരണമുണ്ട്. ചെറുപ്പം മുതലേ അവളുടെ സ്വഭാവം അത് തന്നെയാ. ആരോടെങ്കിലും വാശി തോന്നിയാ പിന്നെ അവരെ തകർക്കാൻ വേണ്ടി എന്തരുതാത്തതും കാണിക്കും. സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിപ്പറയാമെങ്കിൽ സ്നേഹിച്ച ആളെ തള്ളിപ്പറയാനാണോ വിഷമം? ഞങ്ങൾ അവിടെ കണ്ടത് ഞങ്ങളുടെ കാർത്തിക മോളെയല്ല, അവൾ ഒരുപാട് മാറിപ്പോയി. ഇനിയിപ്പോ അച്ഛനും അമ്മയും ആണെന്നുള്ള തെളിവുമായിട്ടല്ലേ അവർക്ക് മുന്നിലേക്ക് ചെല്ലാൻ പറ്റൂ. അതുകൊണ്ട് എന്നാൽ തന്നെ അതും അവർ അംഗീകരിക്കുന്ന എന്താ ഉറപ്പ്? ഹർഷൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോ. പക്ഷെ എവിടെ, എപ്പോഴൊന്നും ആർക്കും അറിയില്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അത് നമുക്ക് ഗുണകരമാവുമല്ലോ, അല്ലേ മാഡം? കണ്ടെത്തണം. എവിടെയാണെങ്കിലും ഹർഷനെ കണ്ടെത്തിയേ പറ്റൂ. അയാളെ കൂടി മുൻനിർത്തി വേണം ഇനി സത്യാമ്മയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. ഇനിയൊരു തോൽവി നമുക്കുണ്ടാകാൻ പറ്റാത്ത വിധം. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ഇനി വിഷ്ണുവേട്ടന് മുന്നിൽ എങ്ങനെ ചെല്ലും? ആ, സത്യമ്മ കൂടെ ഉണ്ടല്ലോ, പിടിച്ചു കയറാൻ അത് തന്നെ രക്ഷ. എന്താ വിഷ്ണുവേട്ടാ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. ഞാനാണോ നിന്നെ പറഞ്ഞു പറ്റിച്ച കള്ളക്കാമുകൻ? വിഷ്ണുവേട്ടാ, അത് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്റെ നിവർത്തികേട് കൊണ്ടാ. ഇനി നീ നിന്റെ പഴംപുരാണം പറയാൻ നാവ് ഉയർത്തിയാണല്ലോ ഈ വിഷ്ണുന്റെ പഴയ രൂപം നീ കാണും കേട്ടാ. അത് നിനക്കൊരു പക്ഷെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചോദിക്കുക, നിന്റെ ആ കാമുകൻ ഞാനാണോന്ന്? അത് പറയടി. അല്ല. പിന്നെന്തിനാ നീ അവരെ മുമ്പിൽ വെച്ച് എന്റെ പേര് പറഞ്ഞേ? എന്നെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കാനാ. ഓ, അപ്പോഴും നീ നിന്റെ മാത്രം നിലനിൽപ്പാണ് നോക്കുന്നേ അല്ലേ? എടി, എന്ത് മനസ്സാടി നിന്റെ? എടി, നിന്റെ സ്വന്തം അച്ഛനും അമ്മയല്ലേടി ഇവിടെ വന്ന് കരഞ്ഞിട്ട് പോയത്? ആ വന്നിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയാണ്. അവർക്കൊപ്പം എനിക്ക് പോടോന്നുള്ള ഒരൊറ്റ വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അവരിപ്പോ ഇന്ന് ഇവിടുന്ന് നാണം കിട്ട് പോവായിരുന്നോ? ഈ ഊരാ കൊടുക്കുന്ന എനിക്കൂടി ഒന്നും രക്ഷപ്പെടായിരുന്നില്ലേ? ജനിപ്പിച്ച മകളുടെ അച്ഛനും അമ്മയാണെന്ന് അവര് തെളിയിക്കാൻ വേണ്ടി എന്ത് രേഖയാണ് അവർ കൊണ്ടുവരണ്ടേ? അത് ചോദിച്ചത് വിഷ്ണുവേട്ടന്റെ അമ്മയാ, അല്ലാതെ ഞാനൊന്നും അല്ല. കാർത്തിക, അമ്മയ്ക്ക് ചോദിക്കാം. അമ്മയുടെ ആരുമല്ല അവര്. അതുപോലാണോടി നീ? സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മകൾ ഒരു അന്യ പോലെ നിൽക്കുമ്പോ പിന്നെ അവരിവിടെ വന്ന് എന്തു പറയാനാ? വിഷ്ണുവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഇവിടുന്ന് പോണോങ്കിൽ പോവാം. പക്ഷെ ഞാൻ എന്റെ നാട്ടിലേക്ക് പോവില്ല. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ട നമ്മൾ ഇവിടെ വെച്ച് ഏതവസ്ഥയിലാണോ കണ്ടുമുട്ടിയത് അതേ അവസ്ഥ തിരഞ്ഞെടുക്കാനേ എനിക്ക് മാർഗമുള്ളൂ. ഒരുപക്ഷെ ദാ ഈ ഫാനിൽ തന്നെ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. നീ എന്നെ ആത്മഹത്യ ഭീഷണി മുഴുകി പേടിപ്പിക്കാനാ? ഞാൻ എന്റെ സാഹചര്യം പറഞ്ഞതാ. വിഷ്ണുവേട്ടന് അതേത് രീതി വേണമെങ്കിലും എടുക്കാം. എടി, എന്റെ സാഹചര്യം നീ എന്താടി മനസ്സിലാക്കാത്തെ? എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. അതിന് നീ എന്നെ സഹായിച്ചേ ഒക്കൂ. ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുവേട്ടൻ ഈ പറയുന്നേ? ഞാൻ നിന്നെ പ്രേമിച്ചിട്ടില്ലെന്നും നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്നും എനിക്കൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം. നീ നിന്റെ നിലയിൽ പോക്കി മറ്റുള്ളവരെ ബലിയാടാക്കുന്നില്ലേ? അതുപോലെ ഞാൻ നിന്നെ ബലിയാടാക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം.
അതിന് നീ ഒപ്പിട്ട് തന്നേ പറ്റൂ. അത് എനിക്കൊന്ന് ആലോചിക്കാം. ഒരാലോചനയില്ല കേട്ടാ. ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നീ എഴുതി ഒപ്പിട്ട് തരണം. ഇല്ലെങ്കിൽ നീ കാണാൻ പോകുന്നതേ മാർക്കറ്റിൽ സൈക്കിൾ ചെയിനും അരയെ ചുറ്റി പണപ്പിരിവിന് പോകുന്ന പഴയ വിഷ്ണുവിനെയായിരിക്കും. കാർത്തികേ മോളെ, കാർത്തികേ മോളെ, കാർത്തികേ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? വരൂ സത്യാമ്മേ. എന്നാ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാൻ പിന്നെ വരാം. സോറി, നിങ്ങളെന്തോ സംസാരിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, സത്യാമ്മകത്തേക്ക് വന്നോളൂ. വിഷ്ണുവേട്ടൻ ചുമ്മാ ഓരോന്ന്. അമ്മയ്ക്ക് എന്താ പറയാ പറഞ്ഞോ. എടാ, എനിക്ക് പറയാനുള്ളതേ നിങ്ങളുടെ കല്യാണക്കാരൻ തന്നെയാ. ഒരു കുറവും വരുത്താതെ ആ ചടങ്ങ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ദേ, അതിന് നിങ്ങൾ രണ്ടുപേരും ചേർന്നിരുന്ന് വിളിക്കേണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകാൻ പാടില്ല. നമുക്ക് ഇനി പോയി വിളിക്കാനൊന്നും സമയമില്ല. ഫോണിൽ കൂടെ കാര്യങ്ങൾ പറയാം, അല്ലേ? അല്ലേടാ, അതുപോലെ നീ എന്തിനാ അവളെ നോക്കുന്നേ? എടാ, നമ്മുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവൾ എഴുതിക്കോളും. പിന്നെ കാറ്ററിംഗുകാരോട് തീയതി മറ്റൊന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ മറ്റോ വരുത്തണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് തീരുമാനിച്ചാൽ മതി. പിന്നെ വിഷ്ണു, നിന്റെ ഫ്രണ്ട്സിനെ ആരെയും വിട്ടുപോരുത്. ദേ, ആ കമലിനെയൊക്കെ വിളിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അല്ലെങ്കിൽ ഇനിയൊരു പരാതിക്ക് ഇടവരരുത്. പിന്നെ മോളെ, അവിചാരിതമായിട്ടാണ് വന്നു ചേർന്നെങ്കിലും എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു മോളെ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മരുമകൾ എന്റെ മകന്റെ ഭാര്യയായിട്ട് വരുന്ന സന്തോഷത്തിലാണ് ഞാനിപ്പോ. അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നപ്പോ മോള് വന്ന് വാതില് തുറന്നു. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു മുറി കണ്ടപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷായി. ഇനി ഞാനങ്ങ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അയ്യോ, സത്യാമ്മയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. സത്യാമ്മ ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകണമെന്ന ഞങ്ങളുടെ പ്രാർത്ഥന. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മോളെ, തൃപ്തിയായി, എന്റെ മനസ്സ് നിറഞ്ഞു. ഇങ്ങനെയൊരു മരുമകളെ കിട്ടിയത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത നന്മയുടെ ഫലമാണ്. അവന്റെ പോക്കണ്ടില്ലേ, ഇപ്പൊ തന്നെ ലിസ്റ്റ് തയ്യാറാക്കാനാന്ന് തോന്നുന്നു. അപ്പൊ ഈ ജന്മത്തിൽ നന്മയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. പിന്നെ മോളെ, മോളുടെ ആശ്രമത്തിൽ എല്ലാരെയും അറിയിക്കണം. ഒരാളെ പോലും വിട്ടുപോരുത്, കേട്ടല്ലോ? അറിയാം സത്യാമ്മേ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ, ഒരുക്കങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യാൻ. രക്ഷപ്പെട്ടു. ചില നേരങ്ങളിൽ ഒരു രക്ഷകയുടെ രൂപത്തിൽ വരാൻ സത്യാമ്മയ്ക്ക് നല്ല കഴിവാണ്. വിഷ്ണുവേട്ടൻ എന്നെ കൊണ്ട് ലെറ്റർ എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ പെട്ടിയെടുത്ത് എന്നോട് ഇറങ്ങാൻ പറയേണ്ടവരാ. ഇപ്പൊ വന്ന് സ്നേഹം വിളമ്പിട്ട് പോയത്. ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിലും വിഷ്ണുവേട്ടൻ ഇതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അറിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അപകടം. ഇറങ്ങി പോടി. പപ്പി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലോ.
സുഖമില്ലേ? ചൂടൊന്നുമില്ലല്ലോ. പിന്നെന്താ മുഖം വാടിയിരിക്കുന്നത്? കാർത്തികാന്റിയും വിഷ്ണുവച്ചനും തമ്മിലുള്ള കല്യാണം നാളെയാ. അത് ഓർക്കുമ്പോ സങ്കടം വരിക സത്യേ. പാവം വിഷ്ണുവച്ചന് ഒട്ടും ഇഷ്ടമല്ലാതെയാ ഈ കല്യാണം നടത്തുന്നത്. വിഷ്ണുവച്ചനും കാർത്തികാന്റിയും നേരത്തെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഉറപ്പാ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ പപ്പി? നമ്മൾ കുട്ടികളായി പോയില്ലേ? ശരിയാ, വലിയവരായിരുന്നെങ്കിൽ നമുക്ക് കാർത്തികാന്റി അവിടെ നിന്ന് അടിച്ചോടിക്കായിരുന്നു. എന്റെ അമ്മയാണെങ്കിൽ എന്തോ ജോലി തിരക്കിലാ. അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടാണെങ്കിലും ഇത് മുടക്കിക്കായിരുന്നു. നിന്റെ അമ്മയും വിഷ്ണുവച്ചനെയും എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റൂന്നാ എന്റെ സത്യ ഞാനീ ചിന്തിച്ചു കൂട്ടുന്നത്. നിന്നോടാണെങ്കിൽ എനിക്കതൊട്ടും പറയാനും പറ്റില്ല. ചേച്ചിയമ്മ എന്നെ കൊണ്ട് സത്യവും ചെയ്യിപ്പിച്ചു. നീ എന്നോട് ക്ഷമിക്കണേ സത്യേ. പപ്പി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു സത്യേ, സത്യയുടെ മനസ്സിൽ വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ? നീയല്ലേ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറ്. ഉണ്ടെങ്കിൽ പറയണേ. ഈ കല്യാണം മുടങ്ങിയ നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യ. അതെന്താ പപ്പി അങ്ങനെ പറഞ്ഞത്? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. പിന്നെ നിനക്കും കാർത്തികാന്റെ ഇഷ്ടമല്ലല്ലോ, വിഷ്ണുവച്ചനാണെങ്കിൽ ഇഷ്ടമാ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ, ഞാൻ രഹസ്യം പറയട്ടെ? ഇവളുടെ കയ്യിലും ഉണ്ടോ രഹസ്യം? അപ്പൊ ഇവളെ കൊണ്ടും ചേച്ചിയമ്മ സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? പറയട്ടെ? പറ. അതെ, കാർത്തികാന്റിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. എന്റെ അമ്മ അനു ആന്റിയോട് ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ ആ ഫോട്ടോ അമ്മ കാണാതെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ദേ നോക്കിക്കേ. ഇതാരാ? ഇതാ കാർത്തികാന്റിയുടെ ഫ്രണ്ട്. എന്നിട്ടാണോ കാർത്തികാന്റി വിഷ്ണുവച്ചനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതിലെന്താ സീക്രട്ട് ഉണ്ട് പപ്പി. ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യ? ഒരു വഴിയുണ്ട്. പറ, കേക്കട്ടെ. ഈ കാർത്തിക ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടാകും, വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്. ആ എടി, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഷോ, എന്തൊരു ഇരിപ്പാടി ഇത്. എഴുന്നേറ്റേ, പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. ഞാൻ മറ്റൊരു ദിവസം പോയിക്കോളാം അമ്മേ. ഇന്നെന്തോ ഒരു ഉത്സാഹം തോന്നുന്നില്ല. എടി, അതുകൊണ്ടാ പറഞ്ഞത് അമ്പലത്തിലേക്ക് വരാൻ. മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഒരാശ്വാസം കിട്ടും. വാ, എഴുന്നേക്ക്, റെഡിയാവ്. വാടി. എടി മോളെ, എഴുന്നേക്ക്. നീ ഇതുവരെ പോയില്ലേ ശാരദ? ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് എന്താ കാര്യം? അത് ഞാൻ ഇവളെ കൂടെ വിളിക്കുകയായിരുന്നു. നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത് നല്ലതല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവെങ്കിലോ? ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ലേ ശാരദേ? അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, രാവിലെ തന്നെ തുടങ്ങല്ലേ ഗോപാലേട്ടാ. അവള് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. ഇനിയിപ്പോ ഞാൻ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ലാന്ന് വേണ്ട. ഞാൻ പോകുന്ന വഴിക്കൊരു ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെ പോയിട്ട് പൊക്കോളാം. അതുപോരെ? ശരി. ശാരദാമ്മേ, ഓ, പോണ്ടേ? ആ, പോവാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. പോവാം. അച്ഛനും പോവായിരുന്നില്ലേ? ക്ഷേത്രവും പ്രാർത്ഥനയും ഒരുപാട് നടത്തിയും കയറി ഇറങ്ങിയും അടുത്തതിന് ശേഷവും മോളെ അച്ഛനെ ഇരിപ്പിരിക്കുന്നേ. ഓർക്കുമ്പോ നല്ലതൊന്നും ഓർമ്മയിൽ വരുന്നുമില്ല. വരാനായിട്ട്
നല്ലതൊന്നും ചെയ്തിട്ടുമില്ല. ആ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തീരണം. പക്ഷെ മോളെ, അതിനു മുമ്പ് നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവണം. അതിനിപ്പോ എന്താ മോളെ നമ്മുടെ മുന്നിലുള്ള വഴി? ഇനിയിപ്പോ സത്യാമ്മയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ഹർഷൻ എവിടെയാണെന്ന് അറിയണോ അച്ഛാ? അച്ഛനും ആവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അടിക്കും തോറും മുറുകുന്ന കുരുക്കു പോലെയാ കാര്യങ്ങൾ. ഇനിയാള് മനഃപൂർവ്വം കൺവട്ടത്ത് നിന്ന് മാറി നിന്ന് കാർത്തികയുടെ നീക്കങ്ങൾ അറിയാണോന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആൾ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. അമ്മ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിളിക്കുന്ന ഈശ്വരന്മാര് കൂടെയുള്ളപ്പോ അയാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. ആ ഹലോ,